ആപ്പിൾ കഴിക്കാൻ നടക്കണ്ട അതെ പി ആദ്യ ടേസ്റ്റ് കാന്താരി കുറച്ചുകൂടെ മൂത്തോട്ടെ, അല്ലെങ്കിൽ നീ എരിഞ്ഞു പുകഞ്ഞ് ചാവും നീ. ഇനി ഇത് വെന്ത് വരുമ്പോ ഈ കളർ മാറാണ്ടിരുന്നാൽ മതിയായിരുന്നു. ചിക്കൻ മറ്റേ കുഴിമന്തി ചിക്കൻ കണക്ക് അല്ലേ? അടിക്കല്ലേ എന്റെ പൊന്നെ, എത്ര നേരം തിരക്കവിടെ. ഭയങ്കര തിരക്ക് ചേച്ചി. മുഴുവൻ ചിക്കൻ തന്നെയാണോ വാങ്ങിച്ചാ? എത്ര എണ്ണം വെച്ചു? 3 കഴിക്കും. എന്താ ആപ്പിളൊക്കെ കൈ രാവിലെ തന്നെ ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കൂടി ഭയങ്കര വെയിലും ഇപ്പൊ മഴയ്ക്ക് വേണ്ടി കൊതിക്കുന്നു. ഗ്രീൻ ആപ്പിൾ കഴിക്കാൻ നടക്കണ്ട അതെ പി ആദ്യ ടേസ്റ്റ്. അടുപ്പ് പുറത്ത് വെക്കണോ അകത്ത് വെക്കണോ? അറുപത്തി വെച്ചാ പോയെ. മഴ പെയ്താ പെട്ടു പോതാ. അമ്മ ഈ പ്ലേറ്റ് എടുത്തോട്ടാ. നിങ്ങൾ പൊക്കോ. പോട്ടാ പൊക്കോ. ഉള്ളി ഉരിക്കോ? ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. വേറെന്താ? വേറെ ഒന്നും വേണ്ട. മറ്റേ തേങ്ങാപ്പാൽ വേണം. സവാള വേണ്ടേ? സവാള വേണ്ട, ഉള്ളി മതി. ഉള്ളി മതി. ഞാൻ എന്തി കാണിച്ചു കൊടുക്കുക? വെള്ളം ഒഴിച്ചോണ്ടിരിക്കുന്നു ഇറച്ചിയിടുന്നെങ്കിൽ. ആ ശരി, പൊയ്ക്കോ. ഇങ്ങോട്ടിറങ്ങാം. മാളു എനിക്ക് വെള്ളം കൊണ്ട് തരണേ. ഓ
ചെയ്യാം അമ്മ കൊടുക്ക് കൊടുക്ക്. ഉള്ളി ഇട്ടോ അമ്മായി. കാലും വെട്ടണോ? അതെയാണോ? ആ കാലും വരഞ്ഞു. മസാല പിടിക്കില്ലല്ലോ. ഉപ്പിട്ടോ അമ്മായി. അത്രയും മുറിക്കണോ? അത് ഇളക്കി കൊടുക്കണോ? ഇനിയിപ്പോൾ അതിലെന്താ ഇടണ്ടേ? ഏതിലാ? ഉള്ളിയിൽ. ഉള്ളി വഴണ്ട് കഴിയുമ്പോൾ ആ അരച്ച് വെച്ചിരിക്കുന്ന പച്ചമസാലയും കാന്താരി മുളകും ഇതാവട്ടെ. കൈ കഴുകിയിട്ട് വരാവേ. ഇല്ലാതെ അങ്ങോട്ട് നീക്ക്. അടുക്ക് ഇടാം. കാന്താരി കുറച്ചുകൂടെ മൂത്തോട്ടെ, അല്ലെങ്കിൽ നീ എരിഞ്ഞ് പുകഞ്ഞ് ചാവും. നീ എരിഞ്ഞ് നീ പറന്നു പോവും. പറക്കും തലയ്ക്ക്. ആ മസാല ഇടാറായ പൊടികൾ ഇട്ടിട്ട് ഇതിടാം. ഇത്രയും വേണോ? ആ വേണം. അതങ്ങ് നടുക്കോട്ട് അങ്ങോട്ട് ഒതുക്ക്. ഒരു സൈഡിൽ മൂപ്പിച്ചോ? അന്ന് ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മയില്ലേ? മൂത്തെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മണം വരും. കിട്ടോ അമ്മ? ഇനി അതിടണം. ഗരം മസാല. ഇനി ഉള്ളി ഇട്ടോ അമ്മളു, അല്ലെങ്കിൽ കരിഞ്ഞു. മഞ്ഞപ്പൊടി. ഉപ്പിൻ്റെ സ്പൂൺ എടുത്തിട്ടോ. കുറച്ചു മൂത്തമാളു. പിന്നെ ഇവിടെ നോക്കാം. മൂത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. തീ തീ കസ്തൂരി മത്തി. ഇനി എന്താ മൂക്കണ്ടേ? ഇനി ഇത് പച്ച കളറ് വിനിഗർ ഒഴിച്ചിട്ട് അത് ഒഴിച്ചാൽ മതി അമ്മായി. അതിട്ടാൽ മതി. കൈ കഴിച്ചാ? ഞാൻ ചെയ്യാം. മാറി കറിയും കിണ്ടിയപ്പം കൈ കഴിച്ചാ? നമുക്ക് വാളും പരിചയം എടുത്ത് വെട്ടുമ്പോ ഒക്കെ ഒരു കഴപ്പില്ല. ജോലിക്കണ്ടി കള്ളപ്പെണ്ണ്. നോക്കിയേ അമ്മായി, അതൊന്ന് തൊട്ട് നോക്കിയേ. പച്ചച്ചൊവ മാറിയാന്ന് നോക്കിയേ. അറിയോ? വിനിഗർ ഒഴിച്ചോ? ഇനി കസൂരി മെത്തി ഇട്ടോ. വെള്ളം ഒഴിച്ചോ? തെറിപ്പിക്കല്ലേ? സോറി. ഇനി ഇത് വെന്ത് വരുമ്പോൾ ഈ കളർ മാറാണ്ടിരുന്നാൽ മതിയായിരുന്നു. മൂത്തെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചോ അമ്മായി? വേവിക്കട്ടെ. തെറിക്കല്ലേ?
ചിക്കൻ വെക്കട്ടെ. നമുക്ക് ആ അറ്റത്തൊക്കെ ഇരിക്കണം. മാളു നീ പോയിട്ട് മറ്റേ ഉരുളിയില്ലേ, കമത്തി വെക്കുന്ന ഉരുളി, ഇതുപോലത്തെ ഉരുളി തന്നെ അല്ലേ, കട്ടിയില്ലാത്തത്, അതെടുത്തിട്ടോ. മണ്ടി കമത്തി വെക്കണ്ടതിന് പകരം എന്താ ഇതൊക്കെ കോരി കഴിക്കും. അടച്ചു വെക്കാം. ഇത് വറ്റി വരുമ്പോൾ നല്ല കളറാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം രക്ഷിക്കട്ടെ. ബാ എന്നാലും എൻ്റെ മാളു, ഇത്രയും നാളും നമ്മൾ വിചാരിച്ചായിരുന്ന ഈ പാറയുടെ പൊക്കത്ത് കൂടിയാണ് നമ്മൾ നടന്നു വന്നിരുന്നേന്ന്. വിശ്വസിക്കാൻ പറ്റണല്ലോ ശരിക്കും. ഈ മണലും ഒന്ന് മൂടുന്നത് വരെ ശ്രദ്ധിക്കണം. എനിക്ക് എത്ര ഇനി മൂടുവോ? പിന്നെ ഇനി വേലി ഇറക്കം വരുമ്പോ ഇനി എങ്ങനെ മൂടാൻ? പണ്ട് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നാക്സ് എന്ത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേടിച്ചു തരുവേ. എന്ത് വേണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഉപ്പ് ബിസ്ക്കറ്റ് വേണം. ഇഷ്ടല്ലേ? അതെ, ഇതിപ്പോ ഒരേ റൗണ്ട് ഇരിക്കണേ. കിളി ഉണ്ടല്ലോ. ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ നമ്മളെ മുളയൊക്കെ വന്ന് ഇവിടുന്ന് കഴുകിയത്. അതെ അതെ. തോടൊന്നും കാണുന്നില്ല. കുറച്ച് നേരം നമുക്ക് വീട്ടിന്റെ അവിടെ നിന്ന് കാലിട്ടാ മതി, കടലിൽ കാലിടാം. അതെ, പോയാലാ എവിടെ നിന്ന് ഇനി ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ദുരന്ത കഥകളാണ് പറയണമെന്നേ ഉള്ളൂ. അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ പോയി ടേബിൾ സെറ്റ് ചെയ്തോ. ഇതായി അമ്മയൊക്കെ അറിയപ്പില്ല. ഞാനൊരു 5 മിനിറ്റ് കൂടി ഇത് ഇട്ട് വറ്റിച്ചിട്ട് വരാം കേട്ടോ. ആ പൊയ്ക്കോ, ഞാനൊരു 5 മിനിറ്റ് കൂടെ വെച്ചിട്ട് വരാവേ. എനിക്ക് കിട്ടാനുള്ളത് കിട്ടി. ഞാൻ പിടിച്ചിട്ടുണ്ട്. ആക്ച്വലി എനിക്കും കൂടി ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ. ചേച്ചിയുടെ ഫുഡ് ഞാൻ പരുന്തുകൾക്ക് ഇവിടെ അടിയായിരുന്നു. പരുന്തുകളോട് അടിയായിരുന്നു. പരുന്ത് ഇത്രയും കാന്താച്ചിട്ടിട്ട് ഒരു എരിവില്ലല്ലേ. ഗ്രേവിക്ക് പുളിപ്പൊക്കെ ഉണ്ട്. വിനിഗറിൻ്റെ ചിക്കൻ മറ്റേ കുഴിമന്തി ചിക്കൻ കണക്ക് അല്ലേ.
പക്ഷെ എരിവ് കൂടുതലുള്ള കുഴിമന്തി ചിക്കൻ. അത്രയും കാന്താരി ഇട്ടതിൻ്റെ എരിവൊന്നുമില്ല അല്ലേ? ഇത് ഇപ്പം ഇത് 3 ചിക്കൻ ഇല്ലേ, അതുകൊണ്ടാണ്. ഇത്രയും മതി എരിവ്. ഇതിൽ കൂടുതലായാൽ പറ്റില്ല. അമ്മായി ഹാപ്പി ആയില്ലേ? എരിവ് കൂടിയിട്ട് മാള് പറക്കും തളിയൊക്കെ പറക്കും എന്ന് വിചാരിച്ചു. ഞാനും വിചാരിച്ചല്ലേ ആ കാന്താരി എണ്ണ കണ്ടപ്പോഴേ. കുറച്ചു നേരം കൂടി ഇരിക്കണം അല്ലേ? അപ്പോഴാണ് ഉള്ളിലും കൂടി പിടിക്കണം. ഇത് നിന്നേക്കാൾ നന്നായിട്ട് അമ്മായിക്കാരല്ല ഇഷ്ടപ്പെട്ടു ഇല്ലേ അമ്മായി? എനിക്കിഷ്ടപ്പെട്ടു. അത് അമ്മായിക്ക് എരിവില്ല, പുളി കുറവ്, ഉപ്പ് കുറവ്, എല്ലാം അമ്മായിയുടെ പാകത്ത്.